ഞാൻ ഇന്നിവിടെ അറബിക് ഡിഷായ ചിക്കൻ കപ്സയാണ് ഉണ്ടാക്കുന്നത്. ഇത് സൗദിയിലേക്ക് ഒരു പ്രധാന ഡിഷാണ്. അറബികളുടെ ഒരു പ്രധാന ഡിഷാണ് ചിക്കൻ കപ്സ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് ഇവിടെ മീഡിയം സൈസിൽ 2 സവാള എടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം, ക്യാരറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മീഡിയം സൈസിൽ 2 സവാള എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു സ്ക്വയർ രൂപത്തിൽ ചെറിയ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലൈസിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലൈസിലും കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 സവാളയും കട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഒരെണ്ണം, അത് ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് ക്യാരറ്റ്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം നമുക്ക് അരിഞ്ഞെടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, അത് ഇഞ്ചിയും ഗാർലിക്കും കൂടെ മിക്സിയിലിട്ട് അരച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. അങ്ങനെ അതും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാനിവിടെ ഒരു തക്കാളിപ്പഴം എടുക്കുന്നുണ്ട്. ഒരു വലിയ സൈസ് തക്കാളിയാണ്. അതെടുത്ത് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ച് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അരച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ ചിക്കൻ കപ്സയ്ക്ക് വേണ്ടിയിട്ട്, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതെല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും കൂടെ, കാശ്മീരി ചില്ലി പൗഡറും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്കതൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കപ്സയ്ക്കകത്തോട്ട് അത് ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ ചിക്കൻ കപ്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ലെഗ് പീസും പിന്നെ ചെറിയ കുറച്ച് പീസും കൂടെയാണ്. അപ്പം ഞാനിവിടെ കുക്കർ വെച്ചിട്ട് ഒരു 1/2 പീസ് ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ എടുത്ത് നമ്മൾ കുക്കറിനകത്തോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് അതൊന്ന് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇടണം. അതിന് ഏലക്ക, കറുവപ്പട്ട, തക്കോലം, പിന്നെ ഗ്രാമ്പു, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ബട്ടറിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നുവെച്ചാൽ ഒന്ന് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചൊന്ന് മണം വരുന്ന രീതിയിൽ ഒന്നാക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് സവാള ഇടാം. സവാള ഇട്ട് സവാള ഒന്ന് വഴണ്ട് വരുന്നിടം വരെ, ഒരു ഗോൾഡൻ കളറ് ആകുന്നിടം വരെ അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ഗോൾഡൻ നിറം ആകുന്നിടം വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ഇഞ്ചിയും ഗാർലിക്കും കൂടെ മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തതാണ്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയും എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പ്യൂരി നമുക്കതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച ആ തക്കാളി പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കരിഞ്ഞു പിടിക്കാൻ കൊണ്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയുടെ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളി
അരച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ നമുക്കിതിലേക്കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ എല്ലാം ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാഗി ക്യൂബ്സ് ആണ്. വേറെ മസാലയൊന്നും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. മാഗി ക്യൂബ്സ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ 2 ലെഗ് പീസും ബാക്കി കുഞ്ഞു 2-3 പീസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ പീസ് എല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ ഗ്രേവി എല്ലാം ആ ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. മാഗി ക്യൂബ്സിനകത്ത് ഉപ്പുള്ളത് കാരണം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അഡീഷണൽ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അധികം ഒഴിക്കണ്ട. നമുക്ക് അരി വേവിക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമേ ഇതിന് ആകാവൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒറ്റ വിസിലേ അടിക്കുന്നുള്ളൂ. ഞാൻ ഒറ്റ വിസിലടിച്ചിട്ട് ആവി പോകുന്നിടം വരെ, ആ ഫുൾ ആവിയും പോകുന്നിടം വരെ അടച്ച് വെച്ചിരുന്നിട്ട് ഞാൻ തുറക്കുന്നുണ്ട്. അപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത ചിക്കനെല്ലാം ഞാൻ ഇതിനകത്ത് ഗ്രേവിക്കകത്ത് നിന്ന് പറക്കിയെടുക്കുന്നുണ്ട്. പറക്കിയെടുത്ത് വേറൊരു പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ അതെല്ലാം പറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ചിക്കൻ വെന്ത ആ ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് വേറൊരു ചരുവത്തിനകത്തോട്ട് അളന്ന് എടുത്ത് വെക്കണേ. അപ്പോൾ ആ വെള്ളത്തിനനുസരിച്ച് അരിയാണ് നമ്മൾ ആ ഗ്രേവിക്കകത്തോട്ട്, അതായത് ആ ചിക്കൻ വെന്ത വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഇടുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വെള്ളം ചരുവത്തിനകത്തോട്ട് മാറ്റുന്നതിന് മുമ്പ് നമുക്കതൊന്ന് അളന്ന് എത്രയുണ്ടെന്ന് അളന്നെടുത്തതിന് ശേഷമേ വെള്ളം ചരുവത്തിനകത്തോട്ട് മാറ്റാവൂ. അപ്പോൾ അങ്ങനെ അരിയും ആ വെള്ളം കൂടെ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഉണങ്ങിയ നാരങ്ങ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തക്കാളി അരച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളി മിശ്രിതം നമുക്ക് ഈ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഒരു ചെറിയൊരു ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഗ്രേവിയൊക്കെ അതിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിടിപ്പിക്കാൻ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ചിക്കനിൽ ഗ്രേവി എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകത്തക്ക രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടില്ല. ഓൾറെഡി നമ്മുടെ ചിക്കൻ വെന്തതാണ്, നന്നായിട്ട് വെന്തതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പം ആ രീതിയിലൊന്നും എടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറും വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കനെല്ലാം പറക്കി വെക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. താങ്ക്